പണ്ട് 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 ഒരു നാട്ടിൽ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. രാജാവ് മരിച്ചുപോയി. രാജ്ഞിയായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. ഈ രാജ്ഞിക്ക് ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ രാജകുമാരിയുടെ വിവാഹം നേരത്തെ തന്നെ, അവൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അയൽ രാജ്യത്തെ രാജകുമാരനുമായിട്ട് തീരുമാനിക്കപ്പെട്ടതായിരുന്നു. അത് അവളുടെ പിതാവായിട്ട് തീരുമാനിച്ചൊരു വിവാഹമായിരുന്നു. മകൾ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അയൽ രാജ്യത്തേക്ക് അവളെ അയക്കാം എന്ന് രാജാവും രാജ്ഞിയും നേരത്തെ അയൽ രാജ്യത്തെ രാജാവിന് വാക്കും കൊടുത്തിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടി വളർന്നു വലുതായി, രാജകുമാരി വളർന്നു വലുതായി. അവൾ വളരെ സുന്ദരിയായിരുന്നു. അപ്പോൾ രാജ്ഞി വിചാരിച്ചു, അച്ഛനില്ലെങ്കിലും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ, അതുകൊണ്ട് ഇവളെ ഉടൻ തന്നെ അയൽ രാജ്യത്തേക്ക് അയക്കണം. അങ്ങനെ രാജ്ഞി അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു. ഈ രാജ്ഞിക്ക് മകളോട് വലിയ വാത്സല്യമുണ്ടായിരുന്നു. അവളെ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ രാജ്ഞിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. പക്ഷേ അയക്കാതെ പറ്റില്ലല്ലോ. രാജ്ഞിക്കാണെങ്കിൽ രാജ്യകാര്യങ്ങൾ ഒരുപാട് നോക്കാനുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകാനും പറ്റില്ല. അതുകൊണ്ട് അയൽ രാജ്യത്തെ രാജാവിന് മകളെ അങ്ങോട്ട് അയക്കുന്നുണ്ട് എന്ന് രാജ്ഞി ഒരു സന്ദേശം കൊടുത്തു വിട്ടു. അതിന് പിന്നാലെ മകളെ അയച്ചു. വെറും കൈയോടെ അല്ല അയച്ചത്. ഒരുപാട് സമ്പത്ത്, അത് സ്വർണവും മുത്തും പവിഴവും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വലിയ വലിയ പെട്ടികളിലാക്കി കുതിരപ്പുറത്ത് കൊടുത്തു വിട്ടു. അവൾക്ക് ഭക്ഷണം കഴിക്കാൻ സ്വർണ്ണപാത്രങ്ങളും അവൾക്ക് ധരിക്കാൻ ഒരുപാട് പട്ടുവസ്ത്രങ്ങളും ഒക്കെ ഈ രാജ്ഞി കൊടുത്തു വിട്ടു. ഏറ്റവും പിന്നിലെ കുതിരപ്പുറത്താണ് ഈ രാജകുമാരി അയച്ചത്. അവളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഒരു വേലക്കാരിയും കൂടെ രാജ്ഞി അയച്ചു. രാജകുമാരിക്ക് രാജ്ഞി ഒരു പ്രത്യേക കുതിരയെ സമ്മാനിച്ചു. ആ കുതിരയുടെ പേര് ഫലാദ എന്നായിരുന്നു. ഈ ഫലാദ എന്ന കുതിര സംസാരിക്കും, രാജകുമാരിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറും. അങ്ങനെ ഈ കുതിരപ്പുറത്താണ് രാജകുമാരി യാത്ര തിരിച്ചത്. ഫലാദ തൻ്റെ മകളെ വളരെ സൂക്ഷിച്ച് എങ്ങും വീഴിക്കാതെ കൊണ്ടുപോകുമെന്ന് രാജ്ഞിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് രാജ്ഞി ഒരു തൂവാല എടുത്തിട്ട് തൻ്റെ കയ്യിലെ ഒരു വിരൽ മുറിച്ച് അതിൽ നിന്ന് 3 രക്തത്തുള്ളികൾ ഈ തുവാലയിൽ വീഴ്ത്തി, എന്നിട്ട് അത് മടക്കി മകളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഇല്ലെങ്കിലും ഈ തുവാല നിനക്ക് വേണ്ട ഉപദേശങ്ങൾ എപ്പോഴും തന്നോളൂ, നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് പൊക്കോളൂ. അങ്ങനെ രാജകുമാരി യാത്ര തിരിച്ചു. രാജകുമാരിക്ക് കൊണ്ടുപോയ സമ്മാനങ്ങളൊക്കെ ആദ്യമേ മുന്നേ പോയിരുന്നു. രാജകുമാരിയും അവളുടെ ജോലിക്കാരിയും കുറച്ച് പിന്നിലായിട്ടാണ് പോയത്. കുറേ ദൂരം ചെന്നപ്പോൾ രാജകുമാരിക്ക് വല്ലാതെ ദാഹിച്ചു. അപ്പോൾ അവൾ തൻ്റെ ജോലിക്കാരിയായ പെൺകുട്ടിയോട് തനിക്ക് ഇത്തിരി വെള്ളം തരാൻ ആവശ്യപ്പെട്ടു. കൊട്ടാരത്തിൽ നിന്ന് അവർ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്കെങ്ങും വയ്യ, വെള്ളം എടുത്തു തരാൻ, ഞാൻ നിൻ്റെ വേലക്കാരിയൊന്നും അല്ല. ഇത് കേട്ടപ്പോൾ രാജകുമാരിക്ക് വലിയ ദുഃഖം തോന്നി. ഇതുവരെ തന്നോട് വളരെ അനുസരണയോടെ പെരുമാറിയിരുന്ന ജോലിക്കാരിയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും അവൾ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ അരുവിയിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു. അമ്മ അവളോട് സ്വർണ്ണപാത്രത്തിൽ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിരുന്നു. അവൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മ വീഞ്ഞു കൊടുത്തു വിട്ടിരുന്നു. അതൊന്നും ഈ വേലക്കാരി അവൾക്ക് കൊടുത്തില്ല. അങ്ങനെ അവൾ നദിയിലേക്ക് കുനിഞ്ഞിരുന്ന് വെള്ളം കുടിക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന തൂവാല പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നിൻ്റെ അമ്മ ഇതറിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിച്ചു പോവും. നീയെ അവിടെ ചെന്നാലുടനെ അമ്മ ഇത് അറിയിക്കണേ. രാജകുമാരി ഒന്നും പറഞ്ഞില്ല. അവൾ വന്ന് കുതിരപ്പുറത്ത് കയറി വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ അയൽ രാജ്യത്തെ രാജകൊട്ടാരത്തിന് അടുത്തെത്താറായപ്പോൾ അവൾക്ക് വീണ്ടും ദാഹിച്ചു. അപ്പോൾ അവൾ ജോലിക്കാരോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, എനിക്ക് ഒത്തിരി വെള്ളം തരൂ. അപ്പോഴും ജോലിക്കാർ പറഞ്ഞു, ഞാൻ നിൻ്റെ അടിമയൊന്നും അല്ല, നിനക്കെപ്പോഴും വെള്ളം തരാൻ, നീ വേണമെങ്കിൽ താഴെ ഇറങ്ങി വെള്ളം കുടിക്കൂ. അങ്ങനെ ഈ രാജകുമാരി വീണ്ടും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് താഴെ ഇറങ്ങി. അങ്ങനെ താഴെ ഇറങ്ങിയപ്പോൾ അവൾ വിചാരിച്ചു, ഇന്നത്തെ ദിവസം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അമ്മ രുചികരമായ ഭക്ഷണം പൊതിഞ്ഞ് തന്നു വിട്ടതാണ്, ജോലിക്കാരി അതെടുത്ത് തന്നിട്ടില്ല. അമ്മ സ്വർണ്ണപാത്രവും വീഞ്ഞും കൊടുത്തു വിട്ടതാണ്, ജോലിക്കാരി അതും തന്നിട്ടില്ല. ഇവൾ ഇതുവരെ ഇങ്ങനൊന്നും പെരുമാറിയിട്ടില്ല, ഇപ്പോൾ അവൾ എന്നോട് വല്ലാതെ ക്രൂരമായിട്ട് പെരുമാറുന്നല്ലോ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവൾ മുഖം കുനിച്ചു. അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ആ തൂവാല വെള്ളത്തിലേക്ക് വീണങ്ങ് ഒഴുകിപ്പോയി. പിന്നീട് അവൾക്ക് ആ തൂവാല കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ തുവാലയ്ക്ക് ഒരു മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാജ്ഞി ആ തുവാല തൻ്റെ മകളുടെ കയ്യിൽ കൊടുത്തു വിട്ടത്. അത് അവളെ എപ്പോഴും സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തുവാലയുടെ സംരക്ഷണം പോയതോടെ അവളെ ആർക്കും ഉപദ്രവിക്കാം എന്ന നില വന്നു. അപ്പോൾ ജോലിക്കാരി ഓടിച്ചെന്നിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് കുനിഞ്ഞിരിക്കുകയായിരുന്നു രാജകുമാരിയുടെ തലയിലിട്ട് ചവിട്ടി. എന്നിട്ട് അവളോട് പറഞ്ഞ്, വേഗം നിൻ്റെ ഉടുപ്പുകളൊക്കെ ഊരി എനിക്കിതാ, പകരം നീ എൻ്റെ ഉടുപ്പിട്ടാൽ മതി. അവിടെ ചെല്ലുമ്പോൾ ഞാനാണ് വധു എന്ന് ഞാൻ പറയും, ഞാൻ രാജകുമാരനെ വിവാഹം കഴിക്കും. നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത്, മിണ്ടിപ്പോയാൽ നിൻ്റെ നാവരിഞ്ഞ് ഞാൻ കളയും. എന്നെ നിനക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ശക്തി നിനക്ക് അറിഞ്ഞുകൂടാ. നീ ആരോടെങ്കിലും എന്നെപ്പറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവുകയും ഞാൻ നിൻ്റെ നാവരിഞ്ഞ് കളയുകയും ചെയ്യും. രാജകുമാരി പേടിച്ചു പോയി. അവൾ വേഗം തൻ്റെ ഉടുപ്പുകൾ അഴിച്ച് ഈ വേലക്കാരിക്ക് കൊടുത്തു. വേലക്കാരിയാണെങ്കിൽ തൻ്റെ പഴയ ഉടുപ്പുകൾ ഊരി രാജകുമാരി ഇടിപ്പിച്ചു. അവളുടെ മുഖത്ത് കുറച്ച് ചേർ വാരി പുരട്ടി. എന്നിട്ട് അവളുടെ മിണ്ടുന്ന കുതിരപ്പുറത്ത് ചാടിക്കയറി.
പിന്നിലുണ്ടായിരുന്ന ആരോഗ്യമില്ലാത്ത വയസ്സൻ കുതിരപ്പുറത്ത് രാജകുമാരിയും കയറി. അങ്ങനെ അവർ അയൽരാജ്യത്തിൻ്റെ പ്രവേശന കവാടത്തിലെത്തി. അവിടെ അവളെ കാത്ത് രാജകുമാരനും രാജാവും രാജ്ഞിയും ഒക്കെ ഉണ്ടായിരുന്നു. തൻ്റെ വധു വരുന്നത് കണ്ട് രാജകുമാരൻ വളരെ ആവശ്യത്തോടെ മുന്നോട്ട് കയറി ചെല്ലുകയും കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങാൻ അവളെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ രാജകുമാരിയായിട്ട് വേഷം മാറിയ ജോലിക്കാരി ഈ രാജകുമാരനോടൊപ്പം ഒരു തേരിൽ കയറി അവൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. ആരും സ്വീകരിക്കാനില്ലാതെ യഥാർത്ഥ രാജകുമാരി ആ വാതിലിനടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. രാജാവ് ഇത് ശ്രദ്ധിച്ചു. ദേഹത്തൊക്കെ ചേറ് പുരണ്ടതാണെങ്കിലും അഴുക്കുടുപ്പാണിട്ടിരുന്നെങ്കിലും അവളുടെ മുഖത്ത് വല്ലത്തൊരു ഐശ്വര്യമുണ്ട് എന്ന് രാജാവ് കണ്ടു. രാജാവ് അപ്പോൾ തൻ്റെ മരുമകളായിട്ട് വന്നിരിക്കുന്ന ഈ വേലക്കാരിയോട് ചോദിച്ചു, ആരാണ് നിൻ്റെ കൂടെ വന്നിട്ട് ഈ വാതിൽപ്പടിയിൽ തന്നെ നിൽക്കുന്നത്? അവളെ എന്താ അകത്തോട്ട് വിളിക്കാത്തത്? അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, അതെൻ്റെ കൂടെ വന്ന വേലക്കാരിയാണ്, അവളെ അകത്തേക്ക് വിളിക്കാം, നമുക്ക് എന്തെങ്കിലും ജോലി കൊടുക്കണം, കാരണം അവൾക്കൊരു ശീലമുണ്ട്, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം, ഒരു നിമിഷം പോലും അവൾ വെറുതെ ഇരിക്കുകയില്ല. അപ്പോൾ രാജാവ് ഈ പെൺകുട്ടിയെ അകത്തേക്ക് വിളിക്കുകയും അവരെല്ലാവരോടും ഒരുമിച്ച് രാജകൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. രാജകൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രാജാവ് ആലോചിച്ചു, ഈ വന്ന എപ്പോഴും ജോലി ചെയ്യണം എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണമല്ലോ. രാജാവ് ആലോചിച്ചിട്ട് കൊട്ടാരത്തിൽ വേറെ പണികളൊന്നും ഇല്ല, എല്ലാ ജോലിക്കും ആളുണ്ട്. പക്ഷെ രാജാവിന് കുറച്ച് താറാവുകളുണ്ടായിരുന്നു, വളരെ ഓമനിച്ച് വളർത്തുന്ന കുറേ താറാവുകൾ. ഈ താറാവുകളെ നോക്കാൻ വേണ്ടിയിട്ട് കോൺറാഡ് എന്ന് പറയുന്ന ഒരു ചെറിയ പയ്യനും ഉണ്ടായിരുന്നു. അവന് ഒരു കൂട്ട് വേണം എന്ന് രാജാവ് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി വന്ന് കയറിയത്. അതുകൊണ്ട് രാജാവ് ഈ പെൺകുട്ടിയോട് നാളെ മുതൽ കോൺറാഡിൻ്റെ കൂടെ തൻ്റെ താറാവുകളെ മേയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞു. അവൾ സമ്മതിച്ചു. അങ്ങനെ പിറ്റേന്ന് മുതൽ അവൾ ഈ രാജകൊട്ടാരത്തിലെ താറാവുകളെ, രാജാവിൻ്റെ ഓമനകളായ താറാവുകളെ തീറ്റാൻ കൊണ്ടുവന്ന ജോലി ഏറ്റെടുത്തു. കോൺറാഡിനൊപ്പമാണ് അവൾ പോകുന്നത്. ആ കൊട്ടാരത്തിന് ചുറ്റും ഒരു കോട്ടയുണ്ടായിരുന്നു. ആ കോട്ടയ്ക്ക് പുറത്തൊരു വലിയ മൈതാനവും അതിൻ്റെ അതിലായിട്ടൊരു തടാകവുമുണ്ട്. അവിടെയാണ് ഈ താറാവുകളെ തീറ്റാൻ കൊണ്ടുപോകുന്നത്. അത് സാധാരണ താറാവുകളല്ല, നല്ല ഭംഗിയുള്ള വാത്ത താറാവുകളായിരുന്നു. അപ്പോൾ ഈ രാജകുമാരി അന്ന് മുതൽ എല്ലാ ദിവസവും താറാവിനെ തീറ്റാൻ പോയി തുടങ്ങി. എന്നാൽ രാജകുമാരിയായിട്ട് ചമഞ്ഞ് കൊട്ടാരത്തിൽ കയറിക്കൂടിയ ഈ ജോലിക്കാരിയാണെങ്കിൽ അന്ന് മുതൽ രാജകുമാരനോട് താനൊരു കുതിരപ്പുറത്താണ് വന്നതെന്നും ആ കുതിര വഴിനീളെ തന്നെ വളരെയധികം ശല്യപ്പെടുത്തിയെന്നും അതുകൊണ്ട് ആ കുതിരയെ ഒന്ന് കൊന്നു തരണമെന്നും ആവശ്യപ്പെടാൻ തുടങ്ങി. തൻ്റെ വധു ആദ്യമായിട്ട് പറയുന്ന ആവശ്യമല്ലേ, അത് നടത്തി കൊടുക്കണം എന്ന് രാജകുമാരന് തോന്നി. അങ്ങനെ രാജകുമാരൻ തൻ്റെ സേവകരെ വിളിച്ചിട്ട് ഈ ഫല്ലാദ എന്ന് പറയുന്ന കുതിരയെ കൊല്ലാൻ ആജ്ഞാപിച്ചു. ഈ വേലക്കാരി കുതിരയെ കൊല്ലാൻ പറഞ്ഞതിന് കാരണം അത് സംസാരിക്കുമെന്നുള്ളതായിരുന്നു. അത് സംസാരിക്കുകയാണെങ്കിൽ തൻ്റെ കള്ളി വെളിച്ചത്താകുമെന്ന് അവൾ ഭയന്നു. അങ്ങനെ സേവകന്മാർ ഈ കുതിരയെ പിടിച്ച് ആരാച്ചാരൻ്റെ അടുത്ത് കൊണ്ടുപോയി. ആരാച്ചാർ അതിനെ കൊല്ലാൻ തുടങ്ങി. ഈ വിവരം യഥാർത്ഥ രാജകുമാരി അറിഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട കുതിരയെ കൊല്ലാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് അവൾ ആരാച്ചാരനെ കാണാൻ വന്നു. എന്നിട്ട് മറ്റാരും അറിയാതെ തൻ്റെ കയ്യിൽ ആകെപ്പാടെ ഉണ്ടായിരുന്ന സമ്പാദ്യമായ ഒരു സ്വർണ്ണ നാണയം അയക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രാജശാസനം അനുസരിക്കുമെന്ന് എനിക്കറിയാം, നിങ്ങൾ ആ കുതിരയെ കൊല്ലും, പക്ഷേ നിങ്ങൾ കൊന്നാലും ആ കുതിരയുടെ തല ഈ കോട്ടയുടെ വാതിക്കൽ ഒന്ന് ആണി അടിച്ച് വെച്ചിരിക്കണം. ഇതെന്തിനാണ് എന്നൊന്നും ഈ ആരാച്ചാർക്ക് മനസ്സിലായില്ല. എന്തായാലും ഒരു സ്വർണ്ണ നാണയം കിട്ടിയതല്ലേ, അതുകൊണ്ട് അയാൾ കുതിരയെ കൊന്നിട്ട് ആ കുതിരയുടെ തല ഒരു ആണി അടിച്ച് ഈ കോട്ടയുടെ വാതിക്കൽ കൊണ്ടുവന്ന് തൂക്കിയിട്ടു. പിറ്റേന്ന് മുതൽ എല്ലാ ദിവസവും താറാവിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കോട്ട വാതിൽ വഴി പുറത്തിറങ്ങുന്ന രാജകുമാരി അവിടെ എന്നോട് ചോദിക്കും, ഫല്ലാദ നീ അവിടെ തന്നെ ഉണ്ടോ? നീ എൻ്റെ ദുഃഖം കാണുന്നുണ്ടോ? അപ്പോൾ ഈ കുതിരത്തല വിളിച്ച് പറയും, ഓ ഉണ്ട്, ഞാനിവിടെ തന്നെ ഉണ്ട്, ഞാൻ നിൻ്റെ ദുഃഖം കാണുന്നുണ്ട്, നിൻ്റെ അമ്മ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഹൃദയം പൊട്ടി മരിച്ചേനെ. അതിനുശേഷം താറാവുകളെയും തെളിച്ചുകൊണ്ട് ഇവർ ഈ തടാകത്തിൻ്റെ കരയിലേക്ക് പോകും. താറാവുകൾ തടാകത്തിൽ നീന്തുന്ന സമയത്ത് അതിനപ്പുറത്തുള്ളൊരു കാട്ടിലേക്ക് പോയി അവിടെ കുറച്ച് നേരം ഇവർ വിശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് തൻ്റെ മുടി ഒന്ന് കെട്ടിവെക്കണം എന്നീ പെൺകുട്ടിക്ക് തോന്നാറുണ്ട്. അവൾക്ക് ഒരുപാട് മുടിയുണ്ടായിരുന്നു. അത് തലയ്ക്ക് മുകളിൽ വെച്ച് അവൾ മുറുക്കി കെട്ടിവെച്ചിരിക്കുകയായിരുന്നു, ആരും കാണാതെ. കാട്ടിലെത്തി കഴിയുമ്പോൾ അവൾ തൻ്റെ മുടി അഴിച്ച് അതൊന്ന് ചീകാറുണ്ട്. അവളുടെ മുടി സാധാരണ മുടി പോലെ ആയിരുന്നില്ല, നല്ല സ്വർണ്ണ നിറമുള്ള മുടിയായിരുന്നു. അത് മുട്ടോളം നീണ്ടു കിടക്കുകയും ചെയ്തു. ഇത് കാണുമ്പോഴൊക്കെ ഈ കോൺറാഡിന് ഈ മുടി വളരെയധികം ഇഷ്ടപ്പെടുകയും അതിൽ കുറച്ച് മുറിച്ചെടുത്ത് തൻ്റെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം തോന്നുകയും ചെയ്യും. അവൻ പലപ്പോഴും ആ മുടിയിൽ പിടിച്ച് വലിക്കും. ഈ സമയത്ത് ഈ പെൺകുട്ടി കാറ്റിനോട് പറയും, കാറ്റേ കാറ്റേ ഓടിവാ, ഇവൻ്റെ തൊപ്പി പറത്ത്, ഇവന് ഓടിപ്പോകുമ്പോൾ എനിക്ക് എൻ്റെ മുടി വൃത്തിയായിട്ട് കെട്ടാൻ പറ്റും. നല്ലവളായ ഈ പെൺകുട്ടിയുടെ വാക്കുകൾ കാറ്റെപ്പോഴും കേൾക്കും. കാറ്റ് വന്ന് ഈ കോൺറാഡിൻ്റെ തൊപ്പി പറത്തിക്കളയും. അവൻ തൊപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ ഓടുന്ന സമയത്ത് രാജകുമാരി തൻ്റെ മുടി നന്നായിട്ട് ചീകി ഒതുക്കി കെട്ടിവെക്കും. പിറ്റേന്നേ അവൾക്ക് പിന്നീട് മുടി അഴിക്കാൻ നേരം കിട്ടാറുള്ളൂ.
അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് എല്ലാ ദിവസവും ഇതേ കാര്യങ്ങൾ തന്നെ സംഭവിച്ചു. അവൾ കോട്ടവാതിൽക്കലെത്തുമ്പോൾ ഫലാദ നീ അവിടെ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കും. എൻ്റെ കഷ്ടം നീ കാണുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഫലാദയുടെ തല ആണിയിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഞാൻ ഇവിടെയുണ്ട് രാജകുമാരി, നിൻ്റെ ദുഃഖം ഞാൻ കാണുന്നുണ്ട്, നിൻ്റെ അമ്മ ഇതറിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിച്ചു പോയേനെ എന്ന് പറയും. അതിനുശേഷം അവൾ കാട്ടിലേക്ക് പോവുകയും കാട്ടിലിരുന്ന് മുടി അഴിക്കുകയും ചെയ്യും. സ്വർണ്ണ നിറമുള്ള അവളുടെ മുടി കാണുമ്പോൾ കോൺറാഡ് എന്ന പയ്യന് അത് വലിച്ചു പറിക്കാൻ തോന്നും. അപ്പോൾ അവൾ കാറ്റിനോട് പറയും. കാറ്റ് വന്ന് അവൻ്റെ തൊപ്പി പറത്തും. അവൻ വൈകുന്നേരം വരെ തൊപ്പിയുടെ പിന്നാലെ ഓടും. അവസാനം വൈകുന്നേരം ഇവൾ മുടി കെട്ടി കഴിയുമ്പോഴാണ് അവന് തൊപ്പി കൈകൾ കെട്ടുക. ഒരിക്കൽ ഈ പയ്യൻ രാജാവിനെ കാണാൻ വന്നു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, എൻ്റെ മഹാരാജാവേ, എനിക്കിനി ആ പെണ്ണിൻ്റെ കൂടെ താറാവ് മേയ്ക്കാൻ പോകാൻ വയ്യ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് പോട്ടെ, ഞങ്ങൾ രണ്ടുപേരോട് ഈ പണി നടക്കില്ല. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്ത് പറ്റി, നീ എന്താ അവളെ വേണ്ട എന്ന് പറയുന്നത്? അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, അവളൊരു മന്ത്രവാദിനിയാണ്. എല്ലാ ദിവസവും ഈ കോട്ടവാതിൽ കടക്കുമ്പോൾ അവൾ ചോദിക്കും, ഫലാദ നീ എന്നെ കാണുന്നുണ്ടോ, നീ അവിടെ ഉണ്ടോ? അപ്പോൾ പെട്ടെന്ന് അവിടെ തൂങ്ങിക്കിടക്കുന്ന ഒരു കുതിരത്തല അവളോട് സംസാരിക്കും. ഇതെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ മൈതാനത്ത് പോകും. മൈതാനത്തിനറ്റത്തുള്ള തടാകത്തിൽ ഞങ്ങൾ താറാവുകളെ നീന്താൻ വിടും. അതിനുശേഷം അതിനടുത്തുള്ള കാട്ടിൽ പോയിരിക്കും. ആ സമയത്ത് അവൾ അവളുടെ മുടി അഴിക്കും. ആ മുടിയിലെങ്ങാനും ഞാനും തൊടാൻ ചെന്നാൽ പെട്ടെന്ന് ഒരു കാറ്റ് വരും. ആ കാറ്റ് വന്ന് എൻ്റെ തൊപ്പി പറത്തുകയും ഞാൻ തൊപ്പി പിടിക്കാൻ വേണ്ടി വൈകുന്നേരം വരെ നടക്കേണ്ടി വരികയും ചെയ്യും. എല്ലാ ദിവസവും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എനിക്ക് ഇവളുടെ കൂടി ഇനി വയ്യ. അപ്പോൾ രാജാവിന് ഇത് വലിയ കൗതുകമായിട്ട് തോന്നി. രാജാവ് പറഞ്ഞു, നാളെ ഒരു ദിവസം കൂടി നീ അവളുടെ കൂടെ പോ, നീ ഒന്നും പറയണ്ട, നീ എന്നോട് വന്ന് പറഞ്ഞ കാര്യം അവളോട് മിണ്ടുകയേ വേണ്ട. അങ്ങനെ പിറ്റേന്ന് കോൺറാഡും രാജകുമാരിയും കൂടി താറാവിനെ മേയ്ക്കാൻ പോയ സമയത്ത് രാജാവ് ഒന്നും മിണ്ടാതെ രഹസ്യമായിട്ട് അവരുടെ പിന്നാലെ പോയി. കോട്ടവാതിലിനടുത്തെത്തിയിട്ട് അവൾ ഫലാദ നീ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതും തൻ്റെ സങ്കടം പറയുന്നതും രാജാവ് കേട്ടു. അവളുടെ സ്വർണ്ണ തലമുടി രാജാവ് കണ്ടു. ആ സ്വർണ്ണ തലമുടി പിടിക്കാൻ കോൺറാഡ് വരുമ്പോൾ കാറ്റ് വരുന്നതും അവൻ്റെ തൊപ്പി പറത്തിക്കൊണ്ട് പോകുന്നതും രാജാവ് കണ്ടു. ഈ പെൺകുട്ടി ഒരു സാധാരണക്കാരിയല്ല എന്ന് രാജാവിന് തോന്നി. പിറ്റേന്ന് തന്നെ അദ്ദേഹം അവളെ തൻ്റെ അറയിലേക്ക് വിളിപ്പിക്കുകയും സത്യം പറയാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. പക്ഷേ പേടിച്ച് അവൾ ഒരിക്കലും സത്യം പറഞ്ഞില്ല. അവളെങ്ങാനും സത്യം പറഞ്ഞെന്ന് തൻ്റെ വേഷം ധരിച്ച് നടക്കുന്ന ജോലിക്കാരി അറിയുകയാണെങ്കിൽ തന്നെ കൊന്നു കളയുമെന്ന് അവൾ ഭയന്നു. അവൾക്ക് എന്തെങ്കിലും ഒരു കാലത്ത് തൻ്റെ അമ്മയെ കാണാൻ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു അവൾ ജീവിക്കുന്നത് തന്നെ. അവസാനം ഇവൾ യാതൊരു കാരണവശാലും ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് രാജാവിന് മനസ്സിലായി. എത്ര നിർബന്ധിച്ചിട്ടും അവൾ വാ തുറക്കുന്നതേയില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ നിൻ്റെ ദുഃഖമെല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് തന്നെയാണ് കേട്. നീ ദുഃഖിച്ച് മരിച്ചു പോകും, നിൻ്റെ ഹൃദയം തകർന്നു പോകും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഞാനൊരു വലിയ ഇരുമ്പടുപ്പ് കാണിച്ചു തരാം. അതിനകത്ത് ചെറിയ ചൂടുണ്ട്. അതിനകത്ത് കയറിയിരുന്ന നല്ല സുഖം തോന്നും, അമ്മയുടെ മടിത്തട്ടിലിരിക്കുന്നത് പോലെ തോന്നും. നീ ആ അടുപ്പിനകത്ത് കയറിയിരുന്ന് നിൻ്റെ ദുഃഖങ്ങളെല്ലാം അവിടെ ഇറക്കി വെക്ക്. അങ്ങനെ രാജാവ് ഇവളെ കൊണ്ട് വലിയൊരു ഇരുമ്പടുപ്പിനടുത്തെത്തി. അതിൻ്റെ വാതിൽ തുറന്ന് അവളെ അകത്ത് കയറ്റിയിട്ട് പുറത്ത് നിന്ന് പൂട്ടി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് പുറത്ത് പോരണമെന്ന് തോന്നുമ്പോൾ ഇവിടെ മുട്ടിയാൽ മതി. അങ്ങനെ ഈ ഇരുമ്പടുപ്പിനകത്ത് കയറിയ ഈ പെൺകുട്ടി അതിനകത്തിരുന്നു. അതിനകത്തുള്ള സുഖതമായ ചൂട് അനുഭവിച്ചപ്പോൾ അവൾക്ക് തൻ്റെ അമ്മയെ ഓർമ്മ വന്നു. പതിയെ പതിയെ അവൾ തൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളായിട്ട് ഓർക്കുകയും ഓർത്തോർത്ത് കരയാൻ തുടങ്ങുകയും ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞതോടെ അവൾ ഉറക്കെ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അതിനിടയ്ക്ക് അവൾ ഈ ഇരുമ്പടുപ്പിനോട് തൻ്റെ കഥയെല്ലാം പറഞ്ഞു. തൻ്റെ അമ്മ തന്നെ ആർഭാടമായിട്ട് ഈ രാജ്യത്തേക്ക് അയച്ചതും വഴിയിൽ വെച്ച് വേലക്കാരി തൻ്റെ ഉടുപ്പുകൾ പിടിച്ചു വാങ്ങി തന്നെ ഭീഷണിപ്പെടുത്തി തന്നെ ഒരു താറാവ് മേയ്ക്കുന്നവളാക്കി മാറ്റിയതും അവളുടെ ക്രൂരതകളും എല്ലാം പറഞ്ഞ് ഈ രാജകുമാരി കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് അടുപ്പിന് പുറത്തിരിക്കുകയായിരുന്നു രാജാവ്. രാജാവ് ഉടൻ തന്നെ തൻ്റെ മകനെ വിളിക്കുകയും സത്യാവസ്ഥകളെല്ലാം അവനോട് പറയുകയും ചെയ്തു. അടുപ്പിന് പുറത്തിറങ്ങി വന്ന രാജകുമാരിയെ വളരെ സ്നേഹത്തോടെ രാജാവും രാജകുമാരനും കൂടെ സ്വീകരിച്ചു. അതിനുശേഷം രാജ്ഞിയെ വിളിച്ച് വിവരം പറയുകയും രാജ്ഞി അവളെ അവരുടെ അന്തഃപുരത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് മിടുക്കിയാക്കി വീണ്ടും രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. രാജാവ് ഉടൻ തന്നെ കൊട്ടാരത്തിൽ വലിയൊരു വിരുന്ന് ഏർപ്പാട് ചെയ്തു. വിരുന്നിന് രാജകുമാരിയുടെ വേഷം ധരിച്ച് കൊട്ടാരത്തിലെത്തിയ ഈ വേലക്കാരിയും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം മുന്നിൽ വെച്ച് രാജാവ് ഈ വേലക്കാരോട് ചോദിച്ചു, ഞാനൊരു കഥ പറയാം, നീ എനിക്ക് അതിനുള്ള മറുപടി തരണം കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു, ശരി, എന്നോട് ചോദിച്ചോളൂ, ഞാൻ മറുപടി തരാം. അപ്പോൾ രാജാവ് ഒരു കഥ പറഞ്ഞു. രാജാവ് പറഞ്ഞു, എനിക്കറിയാവുന്നൊരു സ്ത്രീയുണ്ട്, അവരൊരു കൊട്ടാരത്തിലെ ജോലിക്കാരിയാണ്. അവരെ ഒരു വലിയ വിശ്വാസവഞ്ചന കാണിച്ചു. ആ രാജ്യത്തെ രാജ്ഞിയെയും അവിടുത്തെ രാജകുമാരിയെയും അവൾ ചതിച്ചു. അങ്ങനെ ചതിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? അപ്പോൾ ഈ രാജകുമാരിയുടെ വേഷം കെട്ടിയ വേലക്കാരി പറഞ്ഞു, അങ്ങനെയുള്ള തെറ്റുകൾക്കൊക്കെ വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഒരു വലിയ വീപ്പയിൽ കയറ്റി അടയ്ക്കണം. എന്നിട്ട് ആ വീപ്പ കുന്നിന് മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടി വിടണം. താഴെ നിന്ന് വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോകണം. പിന്നെയും താഴേക്ക് ഉരുട്ടി വിടണം. അതാണ് അവർക്കുള്ള ശിക്ഷ.
അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ശിക്ഷ വാങ്ങാൻ നീ തയ്യാറായിക്കോളൂ. നീയാണ് ആ തെറ്റ് ചെയ്തത്. നീ എൻ്റെ മകനോടും എൻ്റെ മരുമകളോടും തെറ്റ് ചെയ്തു. നിനക്കുള്ള ശിക്ഷ നീ ഇപ്പോൾ എന്താണോ വിധിച്ചത് അതുതന്നെയാണ്. അങ്ങനെ ഈ വേലക്കാരി അവിടുന്ന് കൊണ്ടുപോയി. രാജകുമാരിയെ രാജകുമാരൻ വളരെ ആർഭാടമായിട്ട് വിവാഹം കഴിച്ചു. പിന്നീടുള്ള കാലം അവർ വളരെ സുഖമായിട്ട് ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.